മഴക്കാലത്തുണ്ടാകുന്ന വൈദ്യുതി അപകടങ്ങൾ ഒഴിവാക്കുന്നതിനായുള്ള മുൻകരുതൽ നടപടികളുടെ ഭാഗമായി കൂത്താട്ടുകുളം നഗരസഭയിൽ യോഗം ചേർന്നു. നഗരസഭാ ചെയർപേഴ്സൺ റെജി ജോണിൻ്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ കൂത്താട്ടുകുളം KSEB അസിസ്റ്റന്റ് എഞ്ചിനീയർ PJ അജീഷ്, KSEB ഉദ്യോഗസ്ഥർ, ഓവർസിയർമാർ, നഗരസഭാ സെക്രട്ടറി, കൗൺസിലർമാർ തുടങ്ങിയവർ പങ്കെടുത്തു. അത് UG കേബിളിൻ്റെ കരാറെടുത്തിരിക്കുന്നത് നോർത്ത് ഇന്ത്യൻ കമ്പനിയാണ്. അവരുടെ ഭാഗത്ത് നിന്ന് ഉദാസീനത വരുന്നുണ്ട്. അതൊന്ന് കറക്റ്റ് ചെയ്യണം. അതുമാത്രമല്ല, ആ പണിയുമായി നടന്നു പോകുന്ന സ്ഥലങ്ങൾ വളരെ വീതി കുറഞ്ഞതും 3 മീറ്റർ വീതിയുള്ള സ്ഥലങ്ങളിൽ ഗതാഗതത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കി ഇരിക്കുകയാണ്. അതുമൂലം അവിടെയുള്ള വീട്ടുകാർക്ക്, പ്രദേശവാസികൾക്ക് സഞ്ചരിക്കുവാനോ വണ്ടി ഗതാഗതത്തിനോ ഒന്നുമില്ല. അത് കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ ചെന്ന് പറഞ്ഞതിൻ്റെ ഭാഗമായിട്ട് തുടങ്ങിയിട്ടുണ്ട്. എന്നാലും എത്രയും പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് മലയാളികളൊന്നും അല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് പറയാം, ഞങ്ങൾ പറഞ്ഞാൽ കിട്ടുന്നില്ല. ഈ ഫോൺ ഏരിയ അതെനിക്ക് നേരിട്ട് മോണിറ്റർ ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണ്. എൻ്റെ ഫോണിൽ കിട്ടും. ഫുൾ ടൈം ഫോണിൽ രാത്രി 1 മണിക്കും 2 മണിക്കായാലും ഫോണ് ആളവിടെ ഉണ്ട് എന്നുള്ളത് എനിക്ക് ഉറപ്പിക്കാൻ പറ്റും. ഇനി അതിൻ്റെ വേറൊരു സാങ്കേതിക വശം ഞാൻ പറഞ്ഞുതരാം. നമുക്ക് 2 ഫോണാണ് ഓഫീസിലുള്ളത്. 2 ഫോൺ എന്ന് പറഞ്ഞാൽ ഒരു ലാൻഡ് ഫോണും ഒരു മൊബൈൽ ഫോണും. ഇത് 2 ബോർഡ് നിലവിലാണ്. ഇത് എടുക്കാൻ ഒരാളേ ഉള്ളൂ. അതാണ് അതിൻ്റെ ടെക്നിക്കൽ വശം. അതായത് ഈ 2 ഫോണിന് എടുക്കാൻ ഒരാളേ ഉള്ളൂ. അപ്പം എന്ത് സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഉദാഹരണം സാർ വിളിക്കുമ്പോൾ ഫോൺ റിങ് ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അത് ഫോൺ എടുക്കുന്നില്ല എന്നുള്ളതല്ല. അതിൻ്റെ വേറൊരു അർത്ഥം എന്താണെന്ന് വെച്ചാൽ മറ്റേ ഫോണിൽ അദ്ദേഹം സംസാരിക്കുന്നുണ്ട് എന്നുള്ള കാര്യമാണ് കൃത്യമായി പറയുന്നത്. അതിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഞാൻ ആ CCTV വിഷ്വൽസ് ഒക്കെ ഇവിടെ ഞാൻ കാണിച്ചു തരാം. കാര്യം എന്താ വെച്ചാൽ വർക്കിംഗ് അവിടെ നടക്കുന്നുണ്ട്, ഫോൺ എടുക്കൽ അവിടെ നടക്കുന്നുണ്ട്. രണ്ടാമത്തെ വിഷയം, പലപ്പോഴും ഫോൺ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയാൻ കാരണം, ഒരു ഫീഡറിൽ നമുക്ക് ഏകദേശം 6000 കൺസ്യൂമേഴ്സ് ഉള്ളത്. 6000 കൺസ്യൂമേഴ്സ് ഒരു ഫീഡറിൽ. ഒരു ഫീഡർ ഔട്ടായി കഴിഞ്ഞാൽ ഈ 6000 പേരും അല്ലെങ്കിൽ പോട്ടെ അതിൽ 500 പേരെങ്കിലും ഓഫീസിലേക്ക് വിളിക്കാനുള്ള ശ്രമം നടത്തും. ആ നടത്തുന്നതാകുമ്പോൾ അപ്പോൾ 20 പ്രാവശ്യം വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതിക്കാരുണ്ട്, 10 പ്രാവശ്യം വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്ന പരാതിക്കാരുണ്ട്. അപ്പോൾ ഈ കിട്ടില്ല എന്നുള്ളത് അത് സ്വാഭാവികമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാര്യം എന്ന് വെച്ചാൽ എൻഗേജ് ഫോൺ അടിക്കുന്നുണ്ടെങ്കിൽ അവിടെ വേറെ ഫോൺ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പരിഹാരം എന്ന രീതിയിൽ 1912 എന്ന് പറഞ്ഞ ടോൾ ഫ്രീ നമ്പർ നമുക്കുണ്ട്. 1912. ഈ 1912 ടോൾ ഫ്രീ നമ്പറിൽ നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാം. അത് ഓൾറെഡി ഞങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വരും. ഇഷ്ടംപോലെ വരുന്നുണ്ട്. ഡെയിലി 30 ഇവിടുത്തെ ജനങ്ങൾക്ക് അറിയാമല്ലോ. അതുകൊണ്ട് ഞാൻ പറയുന്നത് 30-40 കംപ്ലൈൻറ്റ് സ്ഥിരം വരുന്നുണ്ട്. അപ്പോൾ ഈ കംപ്ലൈൻറ്റിൽ സ്വാഭാവികമായിട്ടും നമ്മൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്നുണ്ട്. അത് വെച്ചിട്ടും പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നുണ്ട്. പിന്നെ നമുക്കൊരു വാട്സാപ്പിൻ്റെ ചാറ്റ് ബോട്ട് സംവിധാനമുണ്ട്. അതിൻ്റെ നമ്പർ ഞാൻ വാട്സാപ്പ് ഗ്രൂപ്പ് ഫോം ചെയ്യുമ്പോൾ ഞാൻ ഇട്ട് തരാം. നമ്പർ എനിക്ക് കാണാതെ അറിയില്ല. ആ ചാറ്റ് ബോട്ട് സംവിധാനത്തിൽ നമ്മൾ ഹായിന്ന് വാട്സാപ്പിൽ മെസ്സേജ് കൊടുക്കുകയാണെങ്കിലും അത് ഓട്ടോമാറ്റിക്കായിട്ടും എന്താണ് കംപ്ലൈൻറ്റ് എന്ന് രജിസ്റ്റർ ചെയ്യപ്പെടും. ആ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ സർവീസ് സിസ്റ്റത്തിലേക്ക് എത്തും. ചീഫ് മിനിസ്റ്റർക്ക് വരെ കാണാൻ പറ്റുന്ന ഒരു പോർട്ടലാണ് ഈ പറയുന്ന ഈ പരാതി പരിഹാര സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അത് കൃത്യമായിട്ടും അത്തരം സംവിധാനങ്ങളും ഇന്നത്തെ ആളുകൾ ഉപയോഗിക്കണം എന്നാണ് പറയാൻ പറ്റുന്നത്. കാരണം ഫോൺ വിളിച്ച് കിട്ടില്ല എന്നുള്ളത് നമുക്കത് ഞാൻ തള്ളിക്കളയുന്നില്ല. ഫോൺ വിളിച്ച് കിട്ടുന്നില്ല എന്ന് പറയുന്നത് ഞാനൊരു അക്ഷരാർത്ഥം തള്ളിക്കളയുന്ന കാര്യമല്ല. പക്ഷേ അതിൻ്റെ സയൻറ്റിഫിക് വശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫോണും ഒരാളുള്ളപ്പോൾ നമുക്ക് എങ്ങനെ പ്രായോഗികമായിട്ട് പോകും എന്നുള്ളത് നമ്മുടെ ഉദ്യോഗസ്ഥ ലെവലിൽ അതിൻ്റെ ലിമിറ്റേഷൻ ആണ് വേണമെങ്കിൽ നമുക്ക് പറയാം. അതാണ് അതിൻ്റെ ഒരു സാങ്കേതിക വശമായിട്ട് കണക്കാക്കുന്നത്. KSEBയുടെ ഭാഗത്തുനിന്ന് പൊതുജനങ്ങൾ നേരിടുന്ന ബുദ്ധിമുട്ടുകളും സ്ഥിരമായി ഉയർന്നുവരുന്ന പരാതികളും വിവിധ ഡിവിഷനുകളെ പ്രതിനിധീകരിക്കുന്ന കൗൺസിലർമാർ യോഗത്തിൽ ശ്രദ്ധയിൽപ്പെടുത്തി. മഴക്കാലം ശക്തമാകാൻ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു അപകടം ഇപ്പോൾ ഇലക്ട്രിസിറ്റി ബോർഡ് ഐഡൻറ്റിഫൈ ചെയ്ത് അപകടകരമായി ലൈനിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന ഒരു ചെറിയ കാറ്റ് വന്നാൽ ലൈനിലേക്ക് കുടിഞ്ഞിയാടുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങളുണ്ട്. ആ മരങ്ങൾ വെട്ടിമാറ്റാൻ ഐഡൻറ്റിഫൈ ചെയ്ത് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൊടുത്തിട്ട് സെക്രട്ടറി ആ മരങ്ങൾ വെട്ടിമാറ്റാൻ അതിൻ്റെ ഉടമസ്ഥന്മാർക്ക് നോട്ടീസ് കൊടുക്കുക എന്ന നടപടിയാണ് ആ കാര്യത്തിനകത്ത് ചെയ്യേണ്ടത്. അത് ചെയ്യാത്ത പക്ഷം ഒരു അപകടകരമായി നിൽക്കുന്ന ഒരു മരം ഒടിഞ്ഞാടുമ്പം ഒരു 4-5 പോസ്റ്റ് ഒടിയും. ആ 4-5 പോസ്റ്റ് ഒടിയുമ്പം കാലത്തിന് മുമ്പ് മഴ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായും ഷോർട്ടാകാനും കറണ്ട് പോകാനൊക്കെ സാധ്യത ഉള്ളതുകൊണ്ട് മഴക്കാലത്തിന് മുമ്പ് ഈ ടച്ചിങ് വെട്ടാറുണ്ട്. ആ പണികളൊക്കെ പൂർത്തീകരിക്കാനുള്ളത് നമുക്ക് അതിനു മുമ്പ് പൂർത്തീകരിച്ചാൽ പ്രധാന റോഡുകളുടെയൊക്കെ സൈഡിലുള്ള ടച്ചിങ് വെട്ടുന്ന പുറത്ത് പൂർത്തീകരിച്ചാൽ ഒരു പരിധിവരെ ഈ കാറ്റും മഴയും വരുമ്പോൾ കറണ്ട് പോകുന്നത് ഒഴിവാക്കാൻ കഴിയും.
പിന്നെ ഈ ഇവിടെ മുതൽ ഈ ടൗൺ ഹാളിൻ്റെ ഇവിടെ മുതൽ കൂത്താട്ടുകുളം നഗരസഭയുടെ ബൗണ്ടറി വരെയുള്ള ഭാഗത്ത്